ആണവ നിരായുധ കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ വൻ ആഘാതവും തകർച്ചയും നേരിടേണ്ടി വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടല്ലോ ഇറാന്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം മാറിപ്പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ പോയി ട്രംപിന്റെ ചെവിയിൽ കുറെ മന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഈ ഇറാനുമായി ചർച്ച തുടരുമെന്ന് പറയുകയും ഇസ്രായേലിനെ തള്ളിയെന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൽ ഇപ്പോഴും ആ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭീഷണി ട്രംപിൻ്റെ ചെവിയിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ആണവ കരാറിന് ഇറാൻ തയ്യാറായില്ലെങ്കിൽ വൻ ആഘാതവും തകർച്ചയും ഉണ്ടാവും. ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇറാനെ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ആഘാതമുണ്ടാവും എന്നാണ് ട്രംപ് ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇപ്പോഴും നമുക്കറിയുന്ന പോലെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും വലിയ കപ്പൽ പടയും അതുപോലെ തന്നെ വിമാനവാഹിനി യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കനൊക്കെ ആയിട്ട് രണ്ടാമതൊരു കപ്പൽ കൂടി വരുന്നു. ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക. വെനിൻസുവേലയിൽ ചെയ്ത പോലെ എളുപ്പത്തിൽ പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ഭാര്യയെയും കൊണ്ടുപോയതുപോലെ ഇവിടെ സാധിക്കില്ല എന്ന് മാത്രമല്ല ആയത്തുള്ള ഖൊമേനി അദ്ദേഹം ബങ്കറിലാണ്. എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. മൊബൈലുകളടക്കം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല അദ്ദേഹം കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക അമേരിക്കയുടെ പിടിയിലല്ല എന്ന് പറയണം. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിച്ച് ഒരു കരാറിൽ ഒപ്പിടിച്ച് ഒരു യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിന് വഴങ്ങിയില്ലെങ്കിൽ യുദ്ധമുണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ ആണവ കരാർ മാത്രമല്ല ഇസ്രായേലിൻ്റെ ആവശ്യം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കും. അത് തടയാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദനം നിർത്തണം തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു ഭീഷണി കൂടി ഇസ്രായേലിൻ്റെ ഉണ്ട്. അമേരിക്ക യുദ്ധത്തിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ഒറ്റയ്ക്ക് നടത്തുമെന്ന് ഇസ്രായേലിൻ്റെ ഭീഷണി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കാണുമ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. യുദ്ധമുണ്ടാവാതിരിക്കുന്നത് യുദ്ധമുണ്ടായി വലിയ പ്രശ്നമാണ്. SKN പ്രത്യേകിച്ച് എണ്ണവിലയൊക്കെ വല്ലാതെ കൂടുന്ന അവസ്ഥയുണ്ടാവും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇതൊന്നും ബാധമാക്കുന്നില്ല. SKN ഒരുപക്ഷെ ട്രംപ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിവേഴ്സൽ നടത്തിയ ദിവസം കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഇവിടെ ഗ്ലോബൽ വാർമിങ്, വലിയ ആഗോള താപനത്തെക്കുറിച്ച് പറയുന്നു, ക്ലൈമാറ്റിക് ചേഞ്ചിനെ കുറിച്ച് പറയുന്നു. അമേരിക്കയാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടുത്തെ ഇതിന് പെട്രോളും കൽക്കരിയും അതുപോലെ തന്നെ ഡീസലും ഉപയോഗിക്കാം എന്ന് ട്രംപ് ഒബാമയുടെ കാലത്ത് 2009 ഉണ്ടാക്കിയ ഏറ്റവും വലിയ നിയമത്തെ ചരിത്രത്തിൽ റിവേഴ്സ് ചെയ്തുകൊണ്ട് വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിലെ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാവാൻ പോകുന്നു. മറ്റു രാജ്യങ്ങൾ പിന്തുടർന്നാൽ വീണ്ടും ഭൂമി ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തും. ട്രംപ് അതിന് ചൂട്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായിട്ടുണ്ട്. അത് സംഭവിച്ചാൽ ട്രംപ് പറയുന്നത് $2,400 കാറിൻ്റെ വില കുറയും, എന്ന് വെച്ചാൽ 2-2.5 ലക്ഷം രൂപ കുറയും. പക്ഷേ തിരിച്ചു പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ 58,000 പേർക്ക് ആസ്മ രോഗം കൂടുതലായിട്ടുണ്ടാവും. 37 ലക്ഷം പേര് വലിയ രീതിയിലുള്ള ഇതുണ്ടാവും. 52,000 പേര് മരണമടയുന്നതാണ് SKN. 37 ലക്ഷം പേർക്ക് ആസ്മ രോഗം ഉണ്ടാവും. ഈ രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്തായാലും അമേരിക്കയിൽ ട്രംപ് ഇപ്പോഴും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.